ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മളൊരു ബേസിൻ്റെ പരിപാടി തുടങ്ങി വെച്ചായിരുന്നു. നമുക്കത് പറ്റുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കണം. ഗായ്സ്, നൈറ്റ് ആവുന്നുണ്ട്, നമുക്കൊന്ന് കിടന്ന് ഉറങ്ങാം. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് നമ്മുടെ ബേസിൻ്റെ പണി ഏകദേശം കുറച്ച് പില്ലർ മാത്രം സെറ്റ് ചെയ്തായിരുന്നു. നമുക്കിത് മൊത്തം കംപ്ലീറ്റ് ആക്കണം ഗൈസ്. നമ്മുടെ ഈ വീട് ഇന്ന് പൊളിച്ച് മാറ്റണം. കുറച്ച് പരിപാടിയുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡെത്ത്. അത് ഈ ഒരു ക്രീപ്പർ കാരണം നമുക്കിപ്പോൾ അങ്ങോട്ട് പോകണ്ട. ഇവരെല്ലാം ഒന്ന് ഡീസ്പോൺ ആയിപ്പോട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നോക്കിയപ്പോൾ അത് ഈ ഒരു വാണ്ടറിങ് ട്രേഡർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പുതിയ വാണ്ടറിങ് ട്രേഡർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവനും അതേ സെയിം ട്രേഡ് തന്നെയാണ് തരുന്നത്. നമുക്കത് വേണ്ട, നമുക്ക് പോവാം. ഈ ക്രീപ്പർ മാത്രം എന്താ ഗൈസ് ഡീസ്പോണായി പോകാത്തൊന്ന് പോടാ ക്രീപ്പറെ. ഗൈസ്, ഇവിടെ ഞാൻ ഒരെണ്ണം വിട്ടുപോയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പം ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട് പൊളിക്കാൻ പറ്റുകയാണെങ്കിൽ പൊളിച്ച് കളയാം. നമ്മുടെ ഈ വീട് പൊളിച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടി. ഇതിൻ്റെ അകത്തോട്ടാണ് ഇനി സെറ്റ് ചെയ്യാനുള്ളത്. ഗൈസ്, കഷ്ടപ്പെട്ടുണ്ടാക്കി വെക്കില്ല ഗൈസ്, ഞാൻ തന്നെ ഗൈസ്. നമ്മൾ ഏകദേശം പൊളിച്ച് തീരാറായി. ഇനി ഒരു 2 ബ്ലോക്കും കൂടെ. ഇതും കൂടെ പൊളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫ്ലോറും കൂടെ പൊളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് ഫസ്റ്റ് ബേസ് നമ്മളെടുത്ത് മാറ്റി ഗൈസ്. കുറച്ച് നമ്മുടെ ചെസ്റ്റും കാര്യങ്ങളേ ഉള്ളൂ, അതവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ മാറ്റാം. നമുക്കിതും കൂടെ പെട്ടെന്നൊന്ന് പൊളിച്ച് മാറ്റാം. ഇതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ബേസ് ഇവിടെ ഇല്ലാതാവും. നമ്മുടെ ഈ പിക്കാക്സ് പൊട്ടുമോ ഗൈസ്? ഇപ്പോൾ പൊട്ടും തോന്നും ഗൈസ്. നിങ്ങൾ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട് ഗൈസ്, എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. ഇനി 2 ബ്ലോക്കും കൂടെ നമുക്ക് കയ്യിൽ ഒട്ടിക്കാം. നമ്മുടെ ബേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നമുക്ക് ഒരു ആക്ഷൻ കൂടെ ഉണ്ടാക്കാം. നമ്മുടെ ഈ വുഡെല്ലാം നമുക്ക് പെറുക്കിയെടുക്കാം. ഇതൊന്നും കളയാൻ പറ്റത്തില്ല, നമുക്ക് ആവശ്യമുണ്ട് ഇതെല്ലാം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി വരുന്നത്. നമുക്ക് ഈ ഒരു ഫ്ലോർ മൊത്തം എടുക്കേണ്ട വരും. ഇവിടുന്ന് ഈ ഒരു ലെയർ ഗ്യാപ്പ് നമുക്കൊരു ഷീപ്പ് ഫാമൊക്കെ ഉണ്ടാക്കണം ഗൈസ്. ഇതിനെ പിന്നെ പിടിച്ചിട്ടോളാം ഗൈസ് ഒരു കൂട്ടിൽ. ഇപ്പോൾ തന്നെ വന്ന് നമ്മുടെ അടുത്ത് ചാടി തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി എങ്ങനെ ഉറങ്ങും? നമ്മുടെ ബെഡൊക്കെ ഉണ്ട് ആകാശത്തിരിക്കുന്നു. നമുക്ക് തൽക്കാലം നമ്മുടെ ബെഡ് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇവിടെ വെച്ചേക്കാം. നമ്മുടെ ബെഡും ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഒന്ന് എടുത്തേക്കാം. ജസ്റ്റ് അവിടെ ഇരിക്കട്ടെ ഗൈസ്. അതിൻ്റെ അകത്ത് കുറേ സാധനമുണ്ട്. അതിപ്പോൾ എൻ്റെ കയ്യിലോട്ട് കയറി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി കുറേ സാധനമുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങാൻ സമയമാവും ഗൈസ്. നോക്കുക ഗൈസ്, നമ്മുടെ സൂര്യൻ ഉദിക്കുന്നു ഗൈസ്. ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ഈ ഓക്ക് ലോഗ് വെച്ചിട്ട് നമ്മുടെ ഈ ഫ്ലോറ് മൊത്തം നമുക്ക് ഓക്ക് ലോഗ് ആക്കണം. നമുക്ക് പിന്നെ ഒന്ന് ഉറങ്ങാം. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ഈ ഫ്ലോറ് മൊത്തം ഓക്ക് ലോഗ് വെച്ച് ഒന്ന് നിറയ്ക്കുക എന്നുള്ളതാണ് ഗൈസ്. ഇങ്ങനെ മൊത്തം നിറയ്ക്കണം, അങ്ങ് അറ്റം വരെ നിറയ്ക്കണം ഗൈസ്. ഇതല്ല ഗൈസ് നമ്മുടെ ബേസിൻ്റെ അകമല്ല ഗൈസ്. ഇതിൻ്റെ മുകളിലോട്ടായിരിക്കും നമ്മുടെ ബേസ് വരാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു അടിഭാഗമാണ് ഗൈസ്. നമ്മുടെ പില്ലറൊക്കെ വെച്ച് നമ്മൾ പൊക്കത്ത് ബേസ് വെക്കത്തില്ല, അതുപോലെയാണ് ഗൈസ് നമ്മുടെ ബേസ് വരുന്നത്. നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി പൊക്കത്ത് ചെയ്യുന്നതുപോലെ. ഇതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ഫാമോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാനാണ് ഈ സ്ഥലം. നമുക്ക് ജസ്റ്റ് വല്ല പശുവിനെയോ അല്ലെ വല്ല വീച്ചൊക്കെ കൊണ്ട് നമുക്കൊരു ജസ്റ്റ് ഒരു ഫാം ഏരിയ പോലെ സെറ്റാക്കാം. ഇത് കുറച്ച് സമയമെടുക്കും. ഈ വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഇത് മൊത്തം കാണിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കും ഭയങ്കര ബോറടിയായിരിക്കും ഗൈസ്. ഞാൻ ഇതൊന്ന് മൊത്തം ഒന്ന് വെച്ചിട്ട് ബാക്കി കാണിക്കാം. നമ്മൾ ഏകദേശം വെച്ച് ചെയ്താറായി. നമ്മുടെ വുഡ് ഏകദേശം കഴിഞ്ഞു. നമുക്ക് ലോഗ് നമുക്ക് കുറച്ച് വുഡാക്കി ഇത് മതിയായിരിക്കും.
ഓ അതല്ല ഗൈസ്, നമുക്ക് അവിടെ വെക്കണ്ട, നമുക്ക് ലോഗാണ് വെക്കണ്ടേ ഗൈസ്. കുറച്ച് നേരം എടുത്ത് ഞാൻ ഇത് മൊത്തം ഒന്ന് വലിച്ചു തീരാൻ ഗൈസ്. ഇടയ്ക്ക് ഇങ്ങനെ കുറേ മിസ്ക്ലിക്ക് ചെയ്യും, ഞാൻ മൊബൈലിലാണ് കളിക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര പാടാണ് ഗൈസ് ഇതൊന്നൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റായി പറഞ്ഞാൽ. പിന്നെ ഫൈനലി നമ്മൾ നമ്മുടെ ബേസ് മൊത്തത്തിൽ ഒന്ന് ഫ്ലോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. നമുക്ക് മിസ്ക്ലിക്ക് ചെയ്ത് ഈ ബ്ലോക്കൊക്കെ ഒന്ന് കുറക്കി കയ്യിലോട്ട് വെച്ചേക്കാം, ഒരു ലോഗും കൂടെ വെച്ച്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടാണ് കഴിച്ച് പണി വരുന്നത്. അതിന് നമുക്ക് മറ്റേ നമ്മുടെ സ്പ്രൂസിൻ്റെ തടി വേണം, അത് നമുക്ക് പോയി വെട്ടിയെടുക്കാം. ഞാൻ ഇന്നലെ കുറച്ച് വെട്ടി വെച്ചായിരുന്നു, അതായി കാണുന്നത്. നൈസ്, ദൂരെ നോക്കുമ്പോൾ നൈസല്ലേ കാണാൻ, കുറച്ച് വലുത്. ഇവിടെ ഇവന്മാർ തന്നെ ഗൈസ്, ഈ ക്രീപ്പർ മാത്രം നൈറ്റ് സ്പോണാകത്ത്. ഇതേ ഇവിടെ ഇതുവഴി തിരിച്ച് നമ്മുടെ ബേസിൻ്റെ പരിപാടിയിലോട്ട് പോകാം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്യാതെ മറന്നു പോയിട്ടുണ്ട്. ഇനി അവിടെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇല്ല, ചിലയിടത്ത് ഞാൻ സ്ട്രിപ്പ് ചെയ്യാതെ മറന്നു പോയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി ജസ്റ്റ് ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് പൊക്കത്തോട്ട് കയറിയിട്ട് നമുക്ക് ഈ പില്ലർ തമ്മി ഒന്ന് കണക്ട് ചെയ്യിപ്പിക്കണം. അതിന് നമ്മുടെ ഈ ലോഗോ ഇത്രയും പോരാ, അതെനിക്കറിയാം. പക്ഷെ നമ്മുടെ മരം വളർന്ന് വലുതായിട്ടില്ല കാശ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ കാശ്, നമുക്കിതൊന്ന് ഇങ്ങനെ മൊത്തം ഒന്ന് വെച്ചിട്ട് മൊത്തം ഒന്ന് സ്ട്രിപ്പ് ചെയ്യണം. ഇനി അത് ഞാൻ ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് വരാം. പക്ഷേ ഏകദേശം ഞാനിത് മൊത്തം വെച്ച് തീരാറായി. ഇനി ഒരെണ്ണം കൂടെ വെച്ചാൽ മതി. ഇവിടെ നമ്മൾ തുടങ്ങിയിടത്തും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ നമ്മൾ എടുത്തുകൊണ്ട് വന്നത് ഇനി 14 എണ്ണം കൂടെ ബാക്കിയുണ്ട്. നമ്മൾ പരിപാടി ചേർത്ത് ഇനി നമുക്കിത് മൊത്തം ഒന്ന് സ്ട്രിപ്പ് ചെയ്തിടാം. അതിങ്ങനെ ഓടി നടന്ന് ചുമ്മാ ഇങ്ങനെ ഞെക്കി കൊടുക്കണം, അത് പെട്ടെന്ന് തീരും. ഇനി ഇത് തന്നെ തുടക്കം മാത്രം ആയതേ ഉള്ളൂ കാശ്. ഇനിയാണ് മൂന്ന് പരിപാടി വരുന്നത്. ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുറച്ച് നമ്മുടെ വീറ്റൊക്കെ വളർന്നു. വീറ്റ് നമുക്ക് പോയി നമ്മുടെ പിക്കാക്സ് പൊട്ടി. ഓ ഗൈസ്, നമ്മുടെ വീറ്റെല്ലാം വളർന്നു വെപ്പുണ്ട്. നമ്മുടെ മരം ഇതുവരെ വളർന്നിട്ടില്ല, നമുക്കൊരു ചാടിക്കിട്ടോ. ഓ ഗൈസ്, നമ്മൾ ഒരു എമർജി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിക്കാക്സ് പൊട്ടി, ഒരു പിക്കാക്സ് കൂടെ ഉണ്ടാക്കാം. നൈറ്റ് ആവുന്നുണ്ട്, നമുക്ക് അതിന് മുമ്പ് അതൊന്ന് സ്ട്രിപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. താഴെ നിന്നിട്ടാണെങ്കിലും ചെയ്താൽ മതി. അത് 4 എണ്ണം, ഇനി ഇവിടെ 4 എണ്ണം. ഓക്കെ, ഇനി നമുക്ക് ഓടിപ്പോയി കിടന്നുറങ്ങാം. നമ്മൾ ഉറങ്ങി, രാവിലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീറ്റ് നമുക്ക് വളർന്നല്ല ഒന്ന് പറഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ നോക്കി ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചിലതൊക്കെ വളർന്ന് വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ പോവും. അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു വില്ലേജൊക്കെ കണ്ടുപിടിക്കണം.
നമുക്ക് 2 വില്ലേജറിനെയൊക്കെ കൊണ്ടുവരണം. ഒരു അയൺ ഫോമൊക്കെ ഉണ്ടാക്കണം. അയണൊന്നുമില്ല ഗൈസ്, നമുക്ക് അയണൊക്കെ സെറ്റ് ചെയ്യണം. ഗൈസ് നമ്മൾ കളിക്കുന്നത് ഈ ഗെയിമിൽ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പുതിയൊരു ബയോമൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ പതിയെ എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഗെയിം. അടുത്ത വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. മോജാങ് പുതിയ ഏതാണ്ട് ഇരിക്കുന്ന സെറ്റിയൊക്കെ കൊണ്ടുവന്നാകട്ടെ. പുതിയൊരു ബയോമ കാണാൻ നൈസായിട്ടുള്ള ഒരു ബയോമൊക്കെ കൊണ്ടുവന്നാകട്ടെ. നമുക്കതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ ആലോചിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് വന്നു, അത് കഴിഞ്ഞിട്ടെങ്ങാനും ഒരു വേൾഡ് തുടങ്ങി നമ്മൾ സെറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുന്നത്. നമുക്ക് പുതിയൊരു വേൾഡ് സെറ്റ് ചെയ്താലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. വരുന്ന എപ്പിസോഡുകളിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വീറ്റ് സീഡെല്ലാം നമുക്ക് ഒരു ഏകദേശം 30 വീറ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടുത്ത ഫ്ലോർ സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ഈ വെച്ചേക്കുന്ന ഈ പില്ലറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതൊക്കെ നമുക്കൊന്ന് പിടിച്ചാൽ പറ്റും. ഇന്നലെ നല്ല ജലദോഷമായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതിരുന്നു. നമ്മൾ പെട്ടെന്ന് ഈ മരം കൂടെ നോക്കിയെടുക്കാം. ഇനി നമുക്ക് ഇവിടെ 4 സാപ്ലിങ്സും കൂടെ നട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബേസിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. 4 മതി. വേണമെങ്കിൽ ഇപ്പറയായിട്ട് നമുക്ക് 1 കൂടെ നടാം. ഒരു 4 കൂടെ നട്ടേക്കാൻ കഴിയും. നമുക്ക് ഇനി കുറേ വുഡിൻ്റെ ആവശ്യമുണ്ട്. ഇനി ഇത് വളരുമ്പോഴേക്കും നമുക്ക് 2 ഓക്ക് ട്രീയും കൂടെ വെട്ടി സെറ്റാക്കണം. അതും നമുക്ക് ആവശ്യമുണ്ട്. ഓക്ക് ട്രീയും കൂടെ ആവശ്യമുണ്ട് നമ്മുടെ ബേസിൻ്റെ പരിപാടിക്ക്. നമ്മുടെ ഓക്ക് ട്രീ നമ്മുടെ കയ്യിലോട്ടില്ല. നമുക്കിത് ഇവിടെ അടുത്ത കടയിലുമായിട്ട് കൊണ്ടുവന്ന് നടാം. ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ, ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ, ഒരെണ്ണം ഇരിക്കട്ടെ. അടുത്ത മരം വളർന്നു. അത് നമ്മളിപ്പോൾ കിട്ടുന്നില്ല. ഇനി അടുത്ത പരിപാടി നമുക്ക് ഇച്ചിരി ചെറിയ മരമായിട്ട് അത് ഞാൻ ഇപ്പോൾ കൊണ്ട് വെച്ചതല്ലേ ഉള്ളൂ. നേരത്തേക്ക് ആ മരം വളർന്നോ? എന്തൊരിതത്. അത് എന്തേലും ആട്ടെ, നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. നമ്മുടെ അടുത്ത സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ള പരിപാടി സെറ്റ് ചെയ്യാം. അതിന് നമുക്കിവിടെ കുറച്ച് ഡയറക്റ്റോട്ട് നമുക്ക് ഷെയർ പീസ് പോലെ നമുക്ക് പണിയണ്ട. ഇവിടുന്ന് നമ്മുടെ മേളിലോട്ടൊരു സ്റ്റെപ്പ് പോലെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഡയറക്റ്റ് വെച്ച് ഇവിടെ നിന്ന് ഫില്ല് ചെയ്യാം. ഈ പൂക്കൾ ഇവിടെ ഇരിക്കുന്നത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ വേണ്ടിയൊക്കെ അത് സെറ്റ് ചെയ്യാം. പൂവൊക്കെ തൽക്കാലം അതൊക്കെ നമുക്ക് കയ്യിലോട്ട് പിടിച്ചേക്കാം. ഇനി അടുത്ത നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ള പരിപാടി സെറ്റ് ചെയ്യാം. അതിന് ഇവിടെ തൊട്ട് നോക്കിയോ, നമ്മൾ ടൈം ലാപ്സ് ആയിട്ട് കാണിച്ചു തരാം ഞാൻ പണിയുന്നത്. ഇങ്ങനെ താഴോട്ട് കൊടുക്കണം ഗൈസ്. നമ്മൾ ഇവിടെ കയറി ഇങ്ങനെ ഒന്ന് അങ്ങനെ ചെയ്ത് നമ്മളിത് സ്ട്രിപ്പ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇതാകത്തില്ല അല്ലേ. ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ നേരെ പൊക്കത്തോട്ട് കൊടുക്കണം, അല്ലേ നമ്മുടെ കാണാൻ രസമില്ല. നമ്മളിത് സ്ട്രിപ്പ് ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒരു 3 ബ്ലോക്ക് ഇങ്ങനെ താഴോട്ട്, അതേപോലെ തന്നെ ഒരു ബ്ലോക്കും കൂടെ ഇങ്ങോട്ട് ഒരു ബ്ലോക്ക് ഇങ്ങനെ.
ഇതേപോലെ ഇപ്പുറത്തെ സൈഡ് ചെയ്യണം ഗൈസ്. 1 2 3 4 ബ്ലോക്ക് നേരെ താഴോട്ട് 3 2 എന്നിട്ട് ഇവിടുന്ന് അല്ല അവിടെ 1 മതി ഗൈസ്. എന്നിട്ട് ഇത് മൊത്തം നമുക്കൊന്ന് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം പൊക്കത്തോട്ടുള്ളൊരു സെറ്റപ്പാവും. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെയർ കേസ് വെച്ച് കൊടുക്കാം. അത് നമ്മൾ ഓക്ക് ലോഗ് വെച്ചാണ് സ്റ്റെയർ കേസ് വെച്ച് കൊടുക്കുന്നത്. 1 2 3 ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല നേരെ ചിരിച്ചു വെക്കണം ഗൈസ്. ഇങ്ങനെ നേരെ 3 എണ്ണം. ഗൈസ് നമ്മൾ കൃത്യം വെക്കണം, അല്ലേ ഗൈസ് ഇങ്ങനെ നേരെ നിന്നിട്ട് വെച്ചാലോ. ഇങ്ങനെ ചുമ്മാ വെച്ചാൽ മതി, അന്നേരം ശരിക്കുന്നുള്ളൂ. നമ്മൾ ഈ അളന്ന് മുറിച്ച് വെക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം പറ്റുന്നത്. കണ്ടോ 3. പിന്നെ നമ്മൾ ഇതും കൂടെ പൊട്ടിച്ച് അതല്ല ഇത് ഈ 3 ബ്ലോക്കും കൂടെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഒരു 3 എണ്ണം വെച്ച് കൊടുക്കണം. അത് മിസ്ക്ലിക്കായിപ്പോയി, അത് കുഴപ്പമില്ല. 1 2 ഒന്ന് പൊട്ടിച്ചെടുത്ത് ഒരു 1 എണ്ണം കൂടെ. നമ്മുടെ ഇവിടെ ആയിട്ടായിരിക്കും നമ്മുടെ ബേസ് വരുന്നത്. ഈ ഒരു മോൾ ഭാഗത്ത് അടി നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യണം. അടി നമുക്കൊരു ഫാം പോലെയൊക്കെ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ അടിയിലോട്ട് നമുക്ക് നമ്മുടെ വേണമെങ്കിൽ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിയിലോട്ട് വേണമെങ്കിൽ നമുക്കൊരു നമ്മുടെ പോർട്ടൽ സെറ്റ് ചെയ്യാം. മീൻസ് മനസ്സിലാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അടിയിലോട്ട് ഈ ഒരു ഫാം മൊത്തം നമുക്കൊരു ഫാം പോലെയൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷെ നമ്മുടെ വീട് വരുന്നത് ഈ ഒരു മോൾ ഭാഗത്തായിട്ടായിരിക്കും. ഇനി അടുത്ത ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കിവിടെ ജസ്റ്റ് ഈ മോൾ ഭാഗത്ത് കുറച്ച് പരിപാടിയുണ്ട്. അതിന് നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോറ് മൊത്തം നമുക്കൊന്ന് താഴെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഓക്ക് ലോഗ് വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. പക്ഷേ എൻ്റെ കയ്യിൽ ഓക്ക് ലോഗ് ഇല്ല കഴിച്ച്, കുറച്ചേ ഉള്ളൂ, 51 എണ്ണേ ഉള്ളൂ. അത് വെച്ചൊന്നും തികയത്തില്ല. നമുക്ക് ഈ ഉള്ള വുഡ് വെച്ച് നമുക്കിത് മൊത്തം ഒന്ന് സെറ്റ് ചെയ്യാൻ കഴിയും. അതേ ഇപ്പം നടക്കത്തുള്ളൂ. ഞാൻ താഴെ വീണു, പക്ഷേ ഇതെനിക്ക് തോന്നുന്നു താഴെ നിന്ന് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റും. നമുക്ക് ഒരു വരി നമുക്ക് ഇങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നോക്കാം ഗൈസ്. മിസ്ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്, പകുതി പോകുന്നത്. ഇത് മൊത്തം ഒന്ന് വെച്ച് തീർത്തോട്ടെ ഗൈസ്. പക്ഷേ ഏകദേശം നമ്മൾ ഇവിടം വരെ വെച്ച് തീർത്തു. ഇനി നമ്മുടെ കയ്യിൽ വുഡില്ല, നമുക്കിനി കുറച്ച് വുഡ് പോയി പെയിൻറ്റ് ചെയ്താൽ വരാം. വുഡില്ല ഗൈസ്, വുഡില്ല. ചെസ്റ്റിലും ഇരിപ്പില്ല. അപ്പം നമുക്കൊന്ന് കുറച്ച് ഓക്ക് ലോഗ് ഒപ്പിച്ചുകൊണ്ട് വരാം. പക്ഷെ ഞാൻ കുറച്ച് ഓക്ക് ലോഗ് ഒപ്പിച്ചിട്ട് ബാക്കി കാണിക്കാം. ഞാൻ 9 എണ്ണം 13 എണ്ണം വെട്ടിയപ്പോൾ 2-3 മരം വെട്ടിയപ്പോൾ തന്നെ നൈറ്റായി. നമുക്കൊന്ന് ഓടിപ്പോയി കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ഇപ്പോൾ അവന്മാരെല്ലാം സ്പൂണാകും. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? ഞാൻ കണ്ടു. ഇപ്പം ഞാൻ ചത്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സാധനവും പോകും. നമുക്കൊന്ന് ഓടിപ്പോയിട്ട് വേറെ എവിടെയെങ്കിലും നീങ്ങിയൊരു കുഴിക്കകത്തോട്ടോ എല്ലാം കയറി ഒന്ന് പെട്ടെന്ന് കിടന്നുറങ്ങാം. ആരാണ്ടൊക്കെ പുറകെ വരുന്നുണ്ട്.
ഗൈസ് ഞാൻ ചത്തു. എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഗൈസ് ഞാൻ എന്നെ കാണിച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നമുക്ക് ഇങ്ങനെ പെട്ടെന്നൊന്ന് ബെഡൊന്ന് വെച്ച് കിടന്നുറങ്ങാം. ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പം ചത്ത് മറ്റേ നമ്മുടെ സ്പോണിൽ തന്നെ പോകുന്ന അങ്ങ് ദൂരെയാണ് സ്പോണ്. പക്ഷെ ഇവിടെ ഇത്രയും വലിയൊരു കൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു എമറാൾഡ് ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ക്രീപ്പർ നിൽപ്പുണ്ട്. അതിപ്പോൾ ഇങ്ങോട്ട് കഴിയും. ഒരടി കൊടുത്തുവിടാം. ഒന്ന് കൊണ്ട് പൊട്ടല് ഒന്നും കൂടെ കൊടുക്കാം. പൊട്ടി കുഴപ്പമില്ല. ഇങ്ങോട്ട് വലിയൊരു കേവുണ്ട്. നമ്മുടെ ബേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്കിതൊക്കെ അവിടെ വേറൊരു എമറാൾഡ് ഇരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എമറാൾഡ് ഇരിപ്പുണ്ട്. നമുക്ക് ഈ കോളൊന്ന് മൈൻ ചെയ്ത് കൊണ്ടുപോകാം. ഈ കോളൊന്ന് മൈൻ ചെയ്ത് കയ്യിലോട്ട് പിടിച്ചേക്കാം. നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കി നമ്മുടെ ബേസ് ഒന്ന് ലൈറ്റപ്പ് ചെയ്യാൻ. നമുക്കിനി പൊക്കത്തോട്ട് കയറി പോകാലോ. അല്ല, നമ്മുടെ ബെഡ് ഇവിടെ ഇരിക്കുക. ബെഡും കൂടെ പൊട്ടിച്ചെടുത്ത് നമുക്ക് പൊക്കത്തോട്ട് കയറി പോകാം. ഇപ്പം താഴോട്ട് പോയേനെ. ഏതായാലും ഈ കുഴി നമ്മളെ രക്ഷിച്ചു കഴിച്ചു. ഞാനിപ്പോൾ ഒന്ന് തീർന്നേനെ. ഇവിടെ ബെഡൊന്ന് വെച്ച് റീസ്പോൺ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ പോയി നമ്മുടെ ഓക്ക് ലോഗ് വെട്ടിക്കൊണ്ട് വരാം. പക്ഷേ കുറച്ച് ഗ്രൈൻഡിങ് പരിപാടിയാണ്. ഇതെല്ലാം ഞാൻ നിങ്ങളെ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല. ഇതിന് മൊത്തം വെട്ടാം. ഗൈസ് ഞാൻ ഇവിടെ ഒരു കുറച്ച് നേരം നിന്ന് ഇവിടുത്തെ മൊത്തം നമ്മുടെ ഓക്ക് ലോഗും വെട്ടിയെടുത്തു. എന്നിട്ട് നമ്മൾ ഏകദേശം നമുക്കൊരു 1.5 സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് ബേസിൽ കൊണ്ട് വെക്കാം. എന്നിട്ട് നമ്മുടെ ബേസിൻ്റെ ബാക്കി പരിപാടി നോക്കാം. ഞാൻ ഇവിടെ നിന്ന് വെട്ടിയപ്പോൾ നമ്മുടെ അവിടെ സ്പൂസ് 2 വളർന്നിട്ടുണ്ട്. ഒരു ഓക്ക് വളർന്നിട്ടുണ്ട്. ബാക്കി നമ്മുടെ കുറേ വീറ്റും വളർന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിലോട്ട് നേരെ വരിക. ഇവിടെ വന്നിട്ട് നമ്മുടെ ഓക്ക് ലോഗ് എല്ലാം വുഡാക്കിയിട്ട് നമ്മുടെ ഫ്ലോറൊന്ന് പണിതെടുക്കാം. നേരെ ബാക്കിയും കൂടെ മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പക്ഷേ ഇനി ഇത് തന്നെയുള്ളൂ. ഇനി ഇവിടെ നമ്മൾ നിന്നിട്ട് നേരെ ഈ ഫ്ലോറൊന്ന് കംപ്ലീറ്റ് ആക്കണം. നമ്മൾ ആ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം.
ഗൈസ് ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ബാക്കി കെട്ടണം, റൂഫ് കെട്ടണം. അതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് ലുക്ക് തോന്നാൻ വേണ്ടി നമുക്ക് സ്റ്റോൺ വെച്ച് പണിയാം. സ്റ്റോൺ വെച്ച് പണിയുവാണെങ്കിൽ കുറച്ച് നൈസായിരിക്കും. അതിന് നമുക്ക് കുറച്ച് മൈനിങ്ങിന് പോകണം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്തോട്ട് തിരിച്ചു വെക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി ആ റൂഫും കൂടെ നമുക്ക് പണിയാവുള്ളൂ ഗൈസ്. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഓടിപ്പോയി. ഗൈസ് ഇവിടെ തൊട്ട് ഞാൻ ഒരു ടൈം ലാപ്സ് കാണിച്ചു തരാം. ഞാൻ വീടുണ്ടാക്കുന്നത് ഇത് കുറേ നേരം ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് കാണുക.
ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ മറ്റേ ഈ ലാൻറ്റേണൊക്കെ തൂക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരില്ലേ, അവരാണെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി. എനിക്കിത് വലിയ താല്പര്യമില്ല. ഓക്കെ, ഞാൻ ചുമ്മാ ഒന്ന് വെച്ചതേ ഉള്ളൂ. നമുക്കതങ്ങ് പൊട്ടിച്ചേർത്തേക്കാം. ഈ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് കാണും, കാരണം ഇത് 3-4 മണിക്കൂർ ഇരുന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോയാണ്. ഞാനത് കുറേയൊക്കെ കട്ട് ചെയ്തിട്ടാണ് കഴിച്ചിരുന്നത്. ഇത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. നമുക്ക് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി ഇതിൻ്റെ നടുക്ക് 2 ഡോറ് വരണം. അങ്ങനെ കുറച്ച് ഇൻറ്റീരിയർ പരിപാടി, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട് മൊത്തത്തിൽ ലുക്കാവും. ഇപ്പം ഞാൻ വേണമെങ്കിൽ 2 ഡോറൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം ഗൈസ്. ഫൈനലി എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞു. ഞാൻ എന്നാ പറയുന്നത്, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണേലും ഇത് ഇത്രയും ലുക്കിലാക്കി. ഇനി അവിടെ കുറച്ച് ഗ്ലാസ്സൊക്കെ വന്ന് കഴിയുമ്പോൾ ശരിയാവും. ബാക്കി വേറെ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല ഗൈസ്. അപ്പം ഇവിടം വരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. നീ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, എല്ലാവരും ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കതൊരു വലിയ ഇതായിരിക്കും അടുത്ത വീഡിയോ ഇടാൻ. യെസ്, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇത് ഞാൻ എവിടെ ആഡ് ചെയ്തേക്കുന്നത് എന്നാണെന്നറിയാമോ? ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ചെറുതായിട്ട് എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഒന്ന് തതിരിഞ്ഞു പോയായിരുന്നു. അടുത്ത വീഡിയോ ഇട്ട് അത് ശരിയാക്കാം.